പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ കയറുന്നത്. ഞാൻ ഷാർജയിൽ നിന്ന് വരുന്നതാണ്. ഇന്ന് രാവിലെ ഈ അജമസമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു അത്ഭുതമാണ്, ഒരു അനുഗ്രഹമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം 1.5 വർഷം മുമ്പ് ഞങ്ങൾ അങ്കമാലി പൂതൻകുറ്റി എന്ന സ്ഥലത്ത് ഒരു വീട് പണി തുടങ്ങിയിരുന്നു. വീട് പണി തുടങ്ങി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഇവിടെ നോക്കാൻ ഞങ്ങൾ ആരും ഉണ്ടായില്ല. പക്ഷേ ആ കോൺട്രാക്ടറെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. വീടിൻ്റെ പണി ഓൾമോസ്റ്റ് സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. അദ്ദേഹം ചോദിക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. നമ്മൾക്ക് ബില്ല് തരുന്നതനുസരിച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. വീടിൻ്റെ പിക്ചറൊക്കെ അയച്ചു തന്നിരുന്നു. പക്ഷേ ഒരു വർഷത്തോളമായി ഇപ്പോൾ അത് സ്റ്റോപ്പായിട്ട്. അദ്ദേഹത്തിനെ പിന്നെ വിളിച്ചിട്ട് കോൺടാക്റ്റും ഇല്ല. ഇടയ്ക്കൊന്നും പ്രാവശ്യം എടുത്തു. ഇപ്പോൾ 1 മാസം ചെയ്തു തരും, 1 മാസത്തോളം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞ് ഇപ്പോൾ 1 വർഷത്തോളമായി അത് പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ 29-ാം തീയതി ഇവിടെ വന്നതാണ്. ഇന്നലെ ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ആ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര ദയനീയമായി തോന്നി, ഭയങ്കര സങ്കടം തോന്നി. കാരണം മൊത്തം കാട് പിടിച്ച് നിറച്ച് പാമ്പൊക്കെ ആയിട്ട് മൊത്തം അയൽവക്കക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായി. മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാനത് അവരെ വിളിച്ചു. അപ്പം ഞാൻ ഈ 6 മാസമായിട്ടും അദ്ദേഹത്തെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഗൾഫിൽ വെച്ച് വിളിക്കുന്നുണ്ട്. ഈ നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് തവണ വിളിച്ചിട്ടൊന്നും അദ്ദേഹം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ആൻസർ ചെയ്യുന്നില്ല. വാട്സപ്പ് കോളിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, റിപ്ലൈ ഇല്ല. ഒരു തരത്തിലും പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ IMS വന്നു. മാതാവിൻ്റെ നടയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് പിക്ചർ എടുത്തിരുന്നു. ഈ കാട് പിടിച്ചതിൻ്റെ ഒരു പിക്ചർ എടുത്തിരുന്നു. ആ പിക്ചർ അപ്പം ഞാൻ അവിടെ IMSൻ്റെ അമ്മയുടെ നടയിലിരിക്കുന്ന സമയത്ത് അമ്മ എന്നെ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന പോലെ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഈ ഫോട്ടോസ് എല്ലാം കൂടെ വാട്സപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ 2 നമ്പറുണ്ട്, 2 നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ നേർച്ചിട്ടിട്ട് പുറത്തോട്ടിറങ്ങി. അപ്പോൾ അതിന് ശേഷം ആ മെസ്സേജിൻ്റെ പുറകെ ഒരു പിക്ചറിൻ്റെ പുറകെ ഒരു മെസ്സേജ് ഇടാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഞാൻ ഇറങ്ങി പ്രശാന്ത് അച്ഛൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ കോൾ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ കോൾ വന്നാൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. എന്നോട് പറയുകയാണ്, ബിനു കുറേ സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് നിങ്ങളുടെ പരാതിയും പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പ്രശ്നം. അദ്ദേഹം ഒരു ക്രൈസിസിൽ പെട്ടുപോയതാണ്. അദ്ദേഹം ഒരു 10ഓളം വീടുകൾ ഇതുപോലെ ഏറ്റെടുത്തിട്ട് വീട് പണി തീർന്നവർ പൈസ കൊടുക്കാതെയും അങ്ങനെ കുറേ പ്രശ്നത്തിൽ പുള്ളി പെട്ടുപോയി. അദ്ദേഹം ആ കൺസ്ട്രക്ഷൻ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ആ പരിപാടിയില്ല. ഇപ്പം കുറേ ആൾക്കാർ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. ഞാൻ പറയാം, എനിക്ക് കേസ് കൊടുക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് നിങ്ങളുടെ ദേഷ്യവുമില്ല. എനിക്ക് ഞാൻ കേസൊന്നും കൊടുക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത പരിപാടി എന്താണ്, പ്രോഗ്രാം എന്താണെന്ന് പറയാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്താണെന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നാളെ സൈറ്റിലോട്ട് വരിക, നമുക്ക് അവിടെ വെച്ച് കാണാം, നേരിട്ട് കാണാം, സംസാരിക്കാം. 20 ദിവസത്തിന് കഴിയുമ്പോൾ എനിക്കൊരു ഫണ്ട് വരുന്നുണ്ട്, അന്നേരം ഞാൻ ബിനുവിൻ്റെ പണി തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ പ്രശാന്തിനെ കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മഹേഷ് എന്നാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് വന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ പറ്റിയിട്ടുണ്ട്. കുറേ പേര് കേസുമൊക്കെ കൊടുത്ത് നടക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് തീർത്ത് തരാൻ പറ്റുമെങ്കിൽ തീർത്ത് തരിക. ഇപ്പം ഈ കൊറോണയൊക്കെ വന്നപ്പോൾ ഈ സാധനങ്ങൾക്ക് വില കൂടിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നില്ല. പുള്ളി പറഞ്ഞ കോൺട്രാക്ട് പ്രകാരം പുള്ളിയുടെ കയ്യിൽ നിന്നില്ല. അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും അഡീഷണൽ വേണമെങ്കിൽ തരാൻ താല്പര്യം, കുഴപ്പമില്ല, ദൈവത്തിൻ്റെ കൃപയാൽ അത് നാളെ അദ്ദേഹത്തെ കാണാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. നാളെ അദ്ദേഹം പോയി കണ്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അപ്പോൾ ഇങ്ങനെ IMS നടയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു സെക്കൻഡ് കൊണ്ട് നടന്ന സംഭവമാണ്, അത്ഭുതമാണ് എനിക്കത്. അതിന് അമ്മയുടെ തിരുക്കുമാരൻ ഒരുപാട് നന്ദി, ഒരുപാട് കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.